ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു റൈസാണ്. അറബിക് റൈസാണ് കേട്ടോ. അപ്പോൾ പല വെറൈറ്റി അറബിക് റൈസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മധൂദാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ അളവിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പൈസസിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം സൈസ് വലുപ്പമുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അത് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമണും പിന്നെ മാഗി ക്യൂബും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മാഗി ക്യൂബ് 1 കിലോയിലേക്ക് ഞാനിപ്പോൾ 4 ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 ബോക്സ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. ഇനിയിപ്പോൾ നമ്മൾ റൈസ് ഇട്ട് വേവിക്കുമ്പോൾ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വലിയ തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് തക്കാളി ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്തിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതില്ലാന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ റൈസ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുക. അറബിക് സ്പൈസ് മസാല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ പിങ്ക് കളർ മാറി വൈറ്റ് കളറായാൽ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബസുമതി റൈസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ നമ്മൾ അരി അളന്ന പാത്രത്തിന് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1 പാത്രം അരി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കൂല ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ സവാള വഴറ്റിയപ്പോൾ മാഗി ക്യൂബ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു സമയം ഈ റൈസിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മധൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കുക്കറിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഷോപ്പിൽ ചിക്കൻ മധൂതി പോയി കഴിക്കുമ്പോൾ അവർ കുക്കറിലൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇത് തരാറ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.